മഞ്ചേരി പാലസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ ഫുള്ള് ഫുൾപാത്തും തെരുവുകളും സാധനങ്ങളും വിൽക്കാനുള്ള കച്ചവട സാധനങ്ങളൊക്കെ ഇട്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇത് ഇൻട്രൻസ് അല്ലേ ഇത് വരുന്ന കാറിൽ ഹായ് ടാറ്റ ഇൻട്രൻസിൻ്റെ ഇൻട്രൻസ് അല്ലേ പോയത് മനസ്സിലായില്ല അല്ലേ? ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഓടിയത്. ഞാൻ ഹായിന്ന് പറഞ്ഞു. ഹായിന്ന് കാണിച്ചപ്പോ ഇങ്ങോട്ട് ഹായ് കാണിച്ചു. അവനെ കണ്ടിട്ടല്ലേ ഹായ് കാണിച്ചത്. പുള്ളിക്കാരൻ ഞങ്ങൾ 3 ക്യാമറയും കാണിച്ച് നിൽക്കണോണ്ട് പുള്ളി ഹായ് എന്ന് പറഞ്ഞാണ്. ഇവൻ ഇത് കട്ട് ചെയ്ത് കളയും കഴിക്കുന്നത്. പന്നി കട്ട് ചെയ്ത് കളയും. ഞാൻ കട്ട് ചെയ്ത് കളയൊന്നുമില്ല. അപ്പൊ എനിക്കൊരു കഥ പറയാ. ഞാൻ തെരുവ് കൂടെ നടക്കുമ്പോൾ മട്ടാഞ്ചേരി തെരുവ് നടക്കുമ്പോൾ ഞാൻ ഇൻട്രൻസിനെ കണ്ട് ഞാൻ ഹായ് കാണിച്ചപ്പോൾ ഇൻട്രൻസ് ചേട്ടൻ ഞാൻ ഹായ് കാണിച്ചു ഞാൻ പറയും. എല്ലാവരോടും പറയും. അടിപൊളിയാട്ടാ, നടക്കാൻ നല്ല രസമാണ് കേട്ടോ. സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ വന്ന ഏരിയകളൊക്കെ കേട്ടോ. ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടോ ഭയങ്കര മോഡൽ ഡ്രസ്സാട്ടാ. ഇപ്പൊ നമ്മള് വേറെ ഏരിയക്ക് കടന്നുണ്ട് കേട്ടോ. ക്യാമറ എങ്ങോട്ട് വെക്കേണ്ട ആവശ്യമല്ല, ഫുള്ള് കളർഫുള്ളാട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ വരുന്നുണ്ടോ അല്ലേ? തമിഴ് കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. എടാ എൻ്റെ ഒരു ഫോട്ടോ എടുത്തന്നെ. റേറ്റ് എത്ര പറഞ്ഞുള്ളൂ ഇവിടെ? റേറ്റ് ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? അല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ, കത്തി റേറ്റ് തന്നെ ആവും. നമ്മളെപ്പോലെ 300 രൂപ 200 രൂപയുടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഷർട്ടൊക്കെ കണ്ടില്ലേ, അടിപൊളിയാട്ടോ. തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിലാവും. തൊട്ടൊന്നുമില്ല നമ്മള്. ഇതൊക്കെ നോക്കി നമ്മുടെ പാലസിൻ്റെ അവിടെ നിന്ന് ഒരു വലിയൊരു ഇത് കണ്ടില്ലേ, വലിയ കുറച്ച് വീടുകൾ ഓടിട്ട് അതിൻ്റെ ബാക്ക് വശം കേട്ടോ. ഞാൻ ചോദിച്ചു ഇവിടെ എന്താ ഉള്ളതെന്ന്. ഇപ്പോൾ മനസ്സിലായി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ജൂതപ്പള്ളിക്ക് കയറിയുണ്ട് കേട്ടോ. എൻട്രൻസ് ഒരാൾക്ക് 10 രൂപ വരും. അപ്പോൾ ഇങ്ങനെ എൻട്രൻസിലേക്ക് കയറണം. വീഡിയോ ഒക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഉള്ളിൽ കയറാം നമുക്ക്. അപ്പോൾ നമ്മൾ ചെരുപ്പൂരണം. ചെരുപ്പൂരാം. അയ്യോ ജൂതപ്പള്ളിയാണ്. അപ്പോൾ ജൂതപ്പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടാ. ഇതൊക്കെയാണ് കുറേ കളർ ലൈറ്റുകൾ, പല തരത്തിലുള്ള ലൈറ്റുകളാട്ടോ. ഇല്ലേ ഇരിക്കാൻ ഇവിടെ കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, മരത്തിൻ്റെ പഴയതാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാർ കാണാൻ വരുന്നൊരു ഏരിയ ഉണ്ട് കേട്ടോ, ജൂതപ്പള്ളി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ സാധനം? തൊടാൻ പാടില്ലാന്നുണ്ടാവും. പിച്ചളങ്ങനെ എന്താന്ന് തോന്നുന്നു. ഇനി മേൽഭാഗത്തേക്ക് പ്രവേശനമൊക്കെ ഉണ്ട്, കയറാനൊക്കെ പറ്റും. ആൾക്കാരൊക്കെ വെളിച്ചം കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കാം അല്ലേ? ഇവിടെ ഇരുന്ന് കുറച്ച് നേരം. ചരിത്രമാണ്, ജൂതന്മാരെ ചരിത്രത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ഇസ്രായേലിന് ബന്ധമുള്ളത് ഒരുപാട് ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ ബെൽജിയത്തിൽ നിന്ന് കൊടുക്കുന്ന ലൈറ്റാട്ടോ കാണാനൊക്കെ. പിന്നെ ചൈനയിൽ നിന്ന് കൊടുന്നാണ് ഈ ഒരു സ്തൂപം. എന്താണെന്ന് അറിയില്ല, സംഭവം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ചൈനയിൽ നിന്ന് എത്തിച്ചാണ്. ഒരു ഇടുങ്ങിയ സ്ഥലത്താട്ടോ ഈ ചെറിയൊരു ജൂതപ്പള്ളി ഉള്ളത്. സ്ഥലം തീരെയില്ല, കുറവാണ്. കുറച്ച് ഏരിയ ഉള്ളൂ, അവിടെയാണ് പള്ളി സ്ഥിതി ചെയ്യണം. നല്ല രസമുണ്ട് കേട്ടോ അതിൽ കാണാനൊക്കെ ആയിട്ട്. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. കുറേ ലിഖിതങ്ങൾ എഴുതിയുണ്ട്. എന്താണ് എന്താടാ മ്യൂസിയമാണല്ലേ? 450ാമത്തെ ആനിവേഴ്സറിയാണ് ഇവിടുത്തെ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിട്ടോ ജൂതന്മാരെ ഒരു പുറത്തുനിന്നിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഒരു മ്യൂസിയത്തിലേക്ക് ബോർഡ് ഉണ്ട് അവിടെ. വായിച്ചാൽ മനസ്സിലാവും ജൂതന്മാരെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു മോഡൽ വർക്കുകളുണ്ടല്ലേ, ലൈറ്റുകളൊക്കെ ഉണ്ടല്ലേ, ജാതി മോഡലാണ് കേട്ടോ. ഡ്രസ്സ് കണ്ടില്ലേ, അടിപൊളി ഫോട്ടോഗ്രാഫി. നടക്കുമ്പോൾ തന്നെ നേരം പോകണം അറിയില്ല കേട്ടോ. കാഴ്ചകളാണ് അടിപൊളിയാക്കുന്നത്.
ഇവിടെ കുറേ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഒരു കളറിലാക്കിയിട്ടൊക്കെ. ഒരുപാട് ഷോപ്പുകളാട്ടോ ഇവിടെ. ഇത് പിന്നെ ഷൂട്ടിംഗ് സ്പോട്ടുകളല്ലേ മെയിന്. കേരള എന്താ എഴുതിയിട്ടുള്ള ബോർഡ്, ഡ്രസ് നോക്കിയേ, കളർ. നമ്മൾ വന്ന വഴി ഇവിടെ എത്തിയിട്ടാ. അപ്പോൾ അവിടെ മൊത്തം ഒന്ന് കറങ്ങി, ഇവിടേക്ക് ഒന്ന് മൊത്തം ഉള്ളിലേക്ക് ഒന്ന് കറങ്ങിയിട്ടാ. പിന്നെ കറങ്ങാൻ ഒരുപാടുണ്ട്, നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കറങ്ങാം. അവിടെ വീടുകളൊക്കെ കണ്ടില്ലേ. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, പല പല സംഭവങ്ങൾ, വിളക്കുകൾ. ഇവിടെ കണ്ട ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഷോപ്പാണ്. ഡ്രസ്സുകൾ അവിടെ നോക്കിയിട്ടേ കണ്ടില്ലേ. പോലീസ് മ്യൂസിയം, ഇവിടെ എന്തോ പോലീസ് മ്യൂസിയം ഉണ്ടല്ലോ, ഒന്ന് പോയോക്കടാ പോലീസ് മ്യൂസിയത്തിലേക്ക്. ഇവിടെ ഒരു പോലീസ് മ്യൂസിയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, കുറേ രണ്ട് പീരങ്കികൾ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നിലവിളക്ക്, പിന്നെ കുറച്ച് ഇരിക്കാനുള്ള നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ഗാർഡനായിട്ടൊക്കെ ഫുള്ള് കളർഫുൾ തന്നെ. പിള്ളേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്, നോക്കി നോക്കാം അങ്ങോട്ട് പോയെന്ന്. ഇവിടുത്തെ പോലീസ് മ്യൂസിയം കേട്ടോ. ഇവിടുത്തെ പോലീസുകാരും കുറേ വാളുകളൊക്കെ ഇട്ടിട്ടുള്ള. എന്താ തോക്കുകൾ, കത്തി, മറ്റേ യൂണിഫോംസൊക്കെ, താളിയോലകൾ, കോടാലി, മഴു, അത്യാവശ്യങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെ ഒരു പോലീസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉള്ള കേട്ടോ. ഫിംഗർ പ്രിൻ്റ് ഡീറ്റെയിൽ ടൂൾസ് ഉണ്ടല്ലോ. എന്ത് മഴ വെക്കും ഗേത്തെ ലാത്തി അവിടെ ഇന്നത്തെ ലാത്തി. ആരാ പോലീസുകാരികളാവോ? ഇവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ലാത്തിയെന്ന് തോന്നുന്നതൊക്കെ സ്റ്റൈലുകൾ. കത്തി നോക്കിയ പോലീസ്, നായി, കുതിര. ഇപ്പോഴത്തെ യൂണിഫോം ആട്ടോ അതൊക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഓൾഡ് യൂണിഫോം, തലപ്പാവ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓൾഡ് യൂണിഫോം. ഇത് ലേഡീസിൻ്റെ പഴയ കാലത്താന്ന് തോന്നുന്നു, ചെറിയ പാവാട പോലത്തെ ഇട്ടുള്ളത് ലേഡീസിൻ്റെ ഇടാൻ ഒരു അടയാളം. പിന്നെ കുറേ വടിയൊക്കെ തന്നുള്ളത്. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ യൂണിഫോം ആണ് ഇപ്പോൾ ഉള്ളത്. പാറാവ ട്രാവൻകൂർ രാജാവിൻ്റെ ഒരു പേഴ്സണൽ പോലീസല്ലേ. എന്നിട്ട് ജീപ്പ് ഒക്കെയാണോ അന്നത്തെ ഓടിച്ചൊന്ന് ബൈക്ക്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഇതൊന്നും ഇല്ല, ഇതൊക്കെ ജീപ്പുണ്ട്. അങ്ങോട്ട് പോയാ മൊട്ടരാജ ഇങ്ങോട്ട് വരുമല്ലോ തിരിച്ച്. വെയിറ്റ് ചെയ്യാം. വെള്ള ഡ്രസ് ഇട്ട് മൊട്ടരാജേന്ദ്രൻ പോണു. സ്ഥലങ്ങളൊന്നും കഴിയില്ല കേട്ടോ. ഇവിടെ ഒരുപാട് സിനിമാക്കാരൊക്കെ കാണാൻ വരുന്ന ഒരു മെയിൻ ഏരിയ കേട്ടോ അത്. ഇപ്പോൾ കൺമുന്നിൽ ഇപ്പോൾ രണ്ടാമത്തെ ആളാണ്. ഇപ്പോൾ തമിഴ്നാട് മൊട്ടരാജേന്ദ്രൻ ഇപ്പോൾ മുന്നിൽ കൂടെ കാറിൽ കൂടെ നടന്നു പോയി കാണാൻ പറ്റില്ല. ഹോട്ടലിന് മുന്നിൽ വരെ പോയി, പക്ഷെ ഉള്ളിൽ കയറി അതൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇന്ദ്രൻസിനെ കണ്ടു, ഇപ്പോൾ മൊട്ടരാജേന്ദ്രനെ കണ്ടു. ഇനി ആരെങ്കിലും കാണുമെന്തോ. എവിടെ ബിരിയാണിയുടെ മണം അടിക്കണ്ടല്ലോടാ. വല്ല ഹോട്ടലുണ്ടോ? നല്ല രസമുണ്ട് ഈ ഡ്രസ്സ് കാണാൻ. ഇവിടെ കുറച്ച് ചുരിദാറുകളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ, ടീഷർട്ടൊക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും കുറേ തൂക്കിയിട്ടുണ്ട്. ഒക്കെ ഫുൾ കളർഫുള്ളാണ് അല്ലേ ഷർട്ടുകൾ. ഉണ്ട് കുറേ കുടകളും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കപ്പലണ്ടി കച്ചവടമുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് കച്ചവടങ്ങൾ, ഇപ്രാവ് ഒരുപാട് കച്ചവട സാധനമായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ആൾക്ക് ഒന്ന് കറങ്ങാം. സംഭവം സെറ്റ് ഏരിയ കേട്ടോ അവിടെ. കുറേ ബാഗുകൾ, പിന്നെ ഒരുപാട് സംഭവം കേട്ടോ കച്ചവടമുള്ളത്. ഡ്രസ്സ് തന്നെ കണ്ടോ, അതിൻ്റെ മോഡലാണ്.
മാലകൾ, കൈവള, ബാഗ്, ബുദ്ധൻ്റെ കുറേ മരത്തിൻ്റെ കുറേ ഉറക്കുകൾ. ഇതിനടുത്ത മോഡൽ ബാഗ് കേട്ടോ. നെറ്റിപ്പട്ടം, നെറ്റിപ്പട്ടം, ആനയുടെ. കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന ഏരിയ കേട്ടോ. ഗ്ലാസ് ഒന്നും കാണുന്നില്ല. എന്താ തിരുമ്പെന്നു ഇവിടെ ഒരു കായലുണ്ടല്ലോ. ഇപ്പോൾ ഒരു കായലാട്ടോ, അടിപൊളിയാണ്. ഒരുപാട് കപ്പലും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സെറ്റ്. മഴയില്ല, മഴയൊക്കെ പോയി. ഇന്നലെ വരെ മഴയായിരുന്നു, ശനിയാഴ്ച വരെ. ഞായറാഴ്ച ഒക്കെ മഴയൊന്നുമില്ല. നല്ല ചൂട്. സൂപ്പറായിട്ട് നടക്കാം കേട്ടോ. നല്ല രസമുണ്ട് നടക്കാം. അവിടെ കുറേ കപ്പലൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല, കപ്പൽ കണ്ടില്ലേ. ഇവിടെ 1-2 കുമ്പളൊക്കെ ഉണ്ട്. ചെറിയൊരു ബോട്ട്. ബുക്കിംഗ് ഓഫീസ് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോട്ടിലൊക്കെ ട്രാവൽ ചെയ്യാം. നല്ല രസമാട്ടോ അവിടെ ഇരിക്കാൻ. എന്താ കഴിക്കണ്ടേ? ഫുഡ് അടിക്കാം. ഇനി ചോറിനല്ലേ, ബിരിയാണി കഴിക്കാല്ലേ? നല്ല ചിക്കൻ ബിരിയാണി. അപ്പം അത് കഴിക്കാം. നല്ലൊരു തണുത്ത ഏരിയയിലാണ് ഈ കടകളുള്ളത്. നല്ല മരങ്ങളൊക്കെ ഉണ്ട് മേലെ. അതിൻ്റെ അടിയിലോട്ട കടകൾ. നല്ല രസമായിട്ട് അങ്ങനെ നടക്കാൻ. നെറ്റിപ്പട്ടം, മരത്തിൻ്റെ ആന, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൽ സെറ്റ് സ്ഥലം തന്നെ. ഫുഡ് അടിക്കാൻ നോക്കുകയാണ്, ഒന്നും കിട്ടാല്ല. ഇവിടെ കുറേ ബാഗും ഇതൊക്കെ തന്നെയാണ്. കൂളിംഗ് ഗ്ലാസ്, കളർ ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി കടകളാട്ടോ. സിംഹം, മരത്തിൻ്റെ ഒക്കെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ സെറ്റ് തന്നെ കേട്ടോ. കോട്ടകൾ കണ്ടില്ലേ, കളർ ഡ്രസ്സുകൾ കണ്ടില്ലേ. ലേഡീസ് ഡ്രസ്സാണ്. നല്ല രസമുണ്ട് കാണാം കേട്ടോ. മൊത്തത്തിൽ കുർത്ത പോലത്തെ എന്തെങ്കിലും ഉണ്ട്. ഇത് കണ്ടില്ലേ. ഇവിടെ നാടൻ കേരള സ്റ്റൈൽ അടിപൊളിയുണ്ട്. ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാൻറ്. എടാ, നമ്മളിടയ്ക്ക് വന്നിട്ടില്ലേ? നമ്മൾ വന്നിട്ടില്ല ഇങ്ങോട്ട്. ആ ബിലാലിൻ്റെ വീട് അതല്ലേ ഇത്? മട്ടാഞ്ചി. ഡ്രസ്സുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. നല്ല മോഡലുകളാണ്. അല്ലേ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റൈല്. ഷോപ്പുകളൊക്കെ നോക്കിയേ. പാൻറ്റുകൾ കണ്ടില്ലേ. ഫുള്ള് മോഡല്, ജാതി മോഡല്. നടരാജൻ. ഫുള്ള് കളർഫുൾ കേട്ടോ. അവിടെ അങ്ങനെ തെരുവിലൊക്കെ അങ്ങനെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ. ജാതി രസം കാണാം. ബുദ്ധൻ്റെ സ്റ്റാച്ചു കുറേ ഉണ്ട്. പിച്ചളയെന്നാണ്, വെങ്കലതൊക്കെ തോന്നുന്നു കേട്ടോ. ചെറിയൊരു ഇടുങ്ങിയ വഴി കേട്ടോ. ആ ഇടുങ്ങിയ വഴിയിലാണ് ഫുള്ള് കച്ചവട സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. എവിടെ നോക്കിയാലും ഇതുപോലെ ഓരോരോ സംഭവങ്ങളാണ്. ശില്പങ്ങളും കട്ടുകളും മരത്തും ഫർണിച്ചറുകളും ഡ്രസ്സുകളും. പിന്നെ കുറേ നാട്ടുകാരും കുറേ പേരുണ്ട്. വേണ്ടല്ലേ. ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹമാണ്. നല്ല രസമുണ്ട് കേട്ടോ. വിളക്കുകൾ തമിഴ്നാടുത്തെ അയ്യനാര അതുപോലെയൊക്കെ തോന്നും. വേണ്ടല്ലേ. കാള വേണ്ട, അങ്ങനത്തെ എനിക്ക് ഇഷ്ടം എടുക്കാൻ. പക്ഷെ വേണ്ട, വേറെ നോക്കാം. ടീഷർട്ട് ഉണ്ടല്ലോ എനിക്ക് രസമുണ്ട്. ചുരിദാർ കണ്ടില്ലേ, സെലക്ട് ചെയ്യണം. ഇതാണല്ലേ. രണ്ടും ഒരുപാട് തോന്നുന്നല്ലേ. ഇനി ഉണ്ട് ഇതിനകത്ത് കുറെ ബാറാണത്. അമ്മോ, കണ്ടു കഴിഞ്ഞാൽ ഒന്നും അടിക്കാൻ തോന്നൂല്ലേ.
ബീർ വൈൻ മീനം. ഇവിടുത്തെ ഒരു മ്യൂസിയം പോലെ ഉണ്ട് കേട്ടോ കാണാൻ. എന്ത് വഞ്ചിയാ, കെട്ടുവഞ്ചിയാണോ അത്? വള്ളം, മറ്റേ വള്ളങ്ങളിലെ വള്ളമാണോ? കുറേ ഉണ്ടല്ലോ. ഇതൊക്കെ വിൽക്കാൻ വെച്ചുള്ളതാണോ അതോ ഷോക്ക് വെച്ചുള്ളതാ?